ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഷവർമ്മയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ്, ഒരു തക്കാളി കുരുകളഞ്ഞത്, കുക്കുംബർ, ഒരു വലിയ ഉള്ളിയുടെ പകുതി, അല്പം ക്യാബേജ്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 മുട്ട, 7 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി, 1 സ്പൂൺ തൈര്, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ തൈര് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. അതിന് മുൻപ് നമ്മൾ അല്പം ഓയിൽ ഇതിൽ ആഡ് ചെയ്യുന്നു. അല്പം ഓയിൽ ആഡ് ചെയ്തിട്ടാണ് ഇത് നല്ല കട്ടിയുള്ളൊരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുക്കുക. അങ്ങനെ ഒരു 4-5 തവണയായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള മയോണൈസ് നമുക്ക് കിട്ടും. ഓയിൽ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് അടിച്ചെടുത്ത് നല്ല തിക്കായിട്ടുള്ളൊരു പരുവത്തിലുള്ള മയോണൈസാണ് നമുക്ക് കിട്ടുന്നത്. നല്ല കട്ടിയുള്ള മയോണൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം മസാലപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ പകുതിയിൽ നിന്ന് അല്പം ചെറുനാരങ്ങ നീരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ഇത് ഫുള്ളായിട്ട് തയ്യാറാക്കുന്നത്, മയോണൈസ് തയ്യാറാക്കുന്നത് ഓയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഷവർമ്മയ്ക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആകുമ്പം ഒരു വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഈ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടതും പിന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് അരിയേണ്ടതായിട്ടുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. പിന്നെ മിക്സ് ചെയ്യുക, പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാനൊരു ബൗളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തു. പിന്നെ ഒരു 3 സ്പൂണ് മയോണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അല്പം കുരുമുളക് പൊടി, ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുബൂസാണ്. അതുകൊണ്ടാണ് 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഷവർമ്മ റെഡിയാക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. ഇത് അറബിക് കുബൂസും ഒന്ന് നോർമൽ കുബൂസുമാണ്. ഇതിൽ ഏറ്റവും ടേസ്റ്റ് അറബിക് കുബൂസിനാണ്. ഇത് കുബൂസ് 2 ലെയറാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മയോണൈസും അല്പം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, 10 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കാൻ. കുബൂസ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് മാത്രമാണ് എനിക്കിത് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളത്. കുബൂസ് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. ഇത് അറബിക് കുബൂസാണ്. നേരത്തെ ഞാൻ റോൾ ചെയ്തിട്ടുള്ളത് നോർമലായിട്ടുള്ള കുബൂസാണ്. ഏറ്റവും ടേസ്റ്റ് അറബിക് കുബൂസിനാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ 10 മിനിറ്റ് കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.